ഗസയിൽ വെടിനിർത്തലിനുള്ള സാധ്യതകൾ തെളിയുന്നു. അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ സംയുക്തമായി തയ്യാറാക്കിയ കരാറിൽ ഹമാസിന്റെ അനുകൂല മറുപടി ലഭിച്ചു എന്നാണ് വിവരം. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തിയിട്ടുമുണ്ട്. മധു കൊട്ടാരക്കര നൽകും ന്യൂജേഴ്സിയിൽ നിന്നും അതിന്റെ പുതിയ അപ്ഡേറ്റുകൾ. മധു, ആശ്വാസ വാർത്തയാണ്. എങ്ങനെയാണ് ഹമാസ് ഇത്തരമൊരു അനുകൂല മറുപടിക്ക് തയ്യാറായത്? ഗുഡ് മോർണിംഗ് പ്രജിൻ. ഗസയിൽ ഈ വെടിനിർത്തലിനും ഹമാസ് തടങ്കലിലുള്ള ബന്ദികളുടെ മോചനത്തിനുമായി അമേരിക്ക, ഖത്തർ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ ഒരാഴ്ച മുമ്പേ സംയുക്തമായി തയ്യാറാക്കിയ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഈ ഹമാസിന്റെ മുമ്പിൽ കൊടുത്തിരുന്നു. ഇതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കരാർ നടപ്പിലാക്കുവാനുള്ള ഒരു സാധ്യത തെളിയുകയാണെന്ന് ഇതിനായി പെട്ടെന്ന് മിഡിൽ ഈസ്റ്റിൽ എത്തിയിരിക്കുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസിന്റെ ഡിമാൻഡുകൾ എന്താണെന്ന് ഇനിയും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇത് സംബന്ധിച്ച് ഹമാസ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് സമഗ്രവും സമ്പൂർണവുമായ വെടിനിർത്തൽ ഉറപ്പാക്കണം, അതുപോലെ പാലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള ആക്രമണം ഉടനടി അവസാനിപ്പിക്കണം, ദുരിതാശ്വാസം, പാർപ്പിടം, അതുപോലെ ഗസയുടെ പുനർനിർമ്മാണം എന്നിവയൊക്കെ ഉറപ്പാക്കണം. ഗസ മുൻപിൽ ഇപ്പോൾ ഒരു ഉപരോധമുള്ളത് അത് നീക്കിയിരിക്കണം, അതുപോലെ പാലസ്തീൻ തടവുകാരുടെ കൈമാറ്റം നടന്നിരിക്കണം എന്നിവയാണ്. പരമാവധി പാലസ്തീൻകാരെ ഇസ്രായേൽ ജയിലിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഈ ഹമാസ് ഈ ഫോർമുലയിൽ കൊണ്ട് നീങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹമാസിന്റെ ഡിമാൻഡുകൾ ഇസ്രായേൽ ഭരണകൂടവുമായി ബുധനാഴ്ച, അതായത് ഇന്ന് ചർച്ച നടത്തുമെന്ന് ആന്റണി ബ്ലിങ്കനും പറഞ്ഞിട്ടുണ്ട്. കരാർ നടപ്പിലാക്കുവാൻ ഒരുപാട് പണിയെടുക്കേണ്ടി വരുമെന്ന് ബ്ലിങ്കൻ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു വലിയൊരു ആവശ്യമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നടപ്പിലാക്കുവാനുള്ള ഒരു ശ്രമമായിരിക്കും അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഈ ഒരു കാര്യത്തിൽ എടുക്കുക. കുറഞ്ഞത് ഒരു 40 ദിവസത്തെ വെടിനിർത്തലിനാണ് ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾ. പ്രജിൻ, അതേസമയം 50-ലേറെ ബന്ദികൾ കൊല്ലപ്പെട്ടിരിക്കുവാൻ സാധ്യതയുണ്ടെന്ന് സംശയിക്കുന്നതായി ഇസ്രായേൽ അമേരിക്കയോടും ഈജിപ്തിനോടും അവരുടെ ഒരു സംശയം പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഒരു 80 പേർ മാത്രമായിരിക്കും ഇനി ഹമാസിന്റെ തടങ്കലിൽ ജീവനോടെ ഉണ്ടാകുവാൻ സാധ്യത. പ്രജിൻ, ശരി, എന്തായാലും ആ ആശ്വാസം പെട്ടെന്നുണ്ടാകട്ടെ. ഗസയിൽ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ഉണ്ടാകട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത്.